ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പിയാഷെ, ബ്രൂണർ ഇവർ രണ്ടുപേരെയും തിയറീസ് ആണ് കേട്ടോ. കോൾബർഗിന്റെ തിയറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിയാഷെ, ബ്രൂണർ ഇവർ രണ്ടുപേരുടെ തിയറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിയാഷെയും ബ്രൂണറെയും അറിയാണ്ട് എന്തായാലും BEd പഠിച്ചിറങ്ങാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ തിയറീസും അതിന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഒക്കെ ക്ലിയർ ആയിരിക്കും ഒരുവിധം എല്ലാവർക്കും. അപ്പോൾ അത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മനുഷ്യരുടെ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മെന്റൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ചിന്താധാരയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെത്തേഡ് ഓഫ് അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു തിയറിയാണ് കോഗ്നിറ്റീവ് തിയറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് കോഗ്നിറ്റീവ് തിയറിയിൽ പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകൾ ആരൊക്കെയാണുള്ളത്? പിയാഷെ ഉണ്ട്, ബ്രൂണർ ഉണ്ട്, ഒസുബൽ ഉണ്ട്, പിന്നെ നമ്മൾ വൈഗോട്സ്കി പഠിക്കും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് തിയറീസ് ആവിഷ്കരിച്ചവർ. ഓക്കെ, അതില് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഓഫ് പിയാഷെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിയാഷെയുടെ ലേണിംഗ് തിയറി കേട്ടോ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി. അപ്പോൾ തിയറി ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് പിയാഷെയുടെ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. പിയാഷെയുടെ തിയറിനെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. ജനറ്റിക് എപ്പിസ്റ്റമോളജി ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ സെക്കൻഡ് സെമ്മിലാണ് പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പുസ്തകം നമ്മൾ യൂസ് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് സെമ്മിലെ ഡെവലപ്മെന്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പോർഷനും വായിക്കണം, പിയാഷെയുടെ സെക്കൻഡ് സെമ്മിലുള്ള ജനറ്റിക് എപ്പിസ്റ്റമോളജിയും വായിക്കണം. രണ്ടും കവർ ചെയ്യണം കേട്ടോ. അപ്പൊ പിയാഷെ തന്റെ തിയറിനെ വിശേഷിപ്പിച്ച പേരാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. ജീൻ പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ടുവേർഡ്സ് ലേണിംഗ് ആ ഒരു കാര്യത്തിനെയാണ് സ്ട്രോങ് ആയിട്ട് പ്രപ്പോസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ലേണിംഗ് പോകേണ്ടത്. അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് വരുന്ന രീതിയിലാണ് ലേണിംഗ് നടക്കേണ്ടതെന്നാണ്, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പിയാഷെയുടെ ലേണിംഗ് തിയറീസ് കിടക്കുന്നത്. അപ്പോൾ ചൈൽഡ്ഹുഡിൽ നിന്നും അഡൽട്ട്ഹുഡിലേക്കുള്ള വളർച്ചയിൽ എപ്പോഴും നമ്മൾ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഇന്ററാക്ഷന്റെ ഫലമായിട്ടാണ് നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ ഡെവലപ്പ് ചെയ്തു വരുന്നത്. നമ്മുടെ കോഗ്നിഷൻ, നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത് എങ്ങനെയാണ്? ഈ എൻവയോൺമെന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻ വഴിയാണ്. അങ്ങനെ കിട്ടുന്ന എക്സ്പീരിയൻസസ് വഴിയാണ് കോഗ്നിറ്റീവ് പ്രോസസ്സിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റുക. പിയാഷെ 4 എലമെന്റ്സ് പറയുന്നുണ്ട് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ് പ്രോസസ്. മനുഷ്യരില് ചിന്തിക്കാനുള്ള ശേഷി വളരുന്നത് 4 സ്റ്റേജസിൽ കൂടെയാണ്. 4 എലമെന്റ്സ് അതിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ നോക്കി, ബയോളജിക്കൽ മെച്ചുറേഷൻ, നമ്മുടെ ശരീരത്തിന്റെ വളർച്ച. രണ്ടാമത്തെ, നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ, സോഷ്യൽ എക്സ്പീരിയൻസസ്, നമുക്ക് ഉണ്ടാകുന്ന സോഷ്യൽ എക്സ്പീരിയൻസസ്. 4, ഇക്വിലിബ്രേഷൻ. ഈ 4 എലമെന്റ്സ് ആണ് മനുഷ്യനിലെ തിങ്കിങ് പ്രോസസ്സിനെ എഫക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 4 പ്രോസസ്സുകൾ? ബയോളജിക്കൽ മെച്ചുറേഷൻ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, നമ്മൾ ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡ് ആക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇത് വരുന്നുണ്ട്. ആക്ടിവിറ്റി, നമ്മൾ ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. മൂന്നാമത്തെ സോഷ്യൽ എക്സ്പീരിയൻസസ്, നമുക്ക് നമ്മുടെ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസസ്. ലാസ്റ്റ് വൺ, ഇക്വിലിബ്രേഷൻ. ഇക്വിലിബ്രേഷൻ എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പുതിയ സ്കീമയും പഴയ സ്കീമയും തമ്മിൽ ബാലൻസ് ചെയ്യുന്ന പരിപാടിയാണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. നമ്മളത് പഠിക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ മനുഷ്യന് അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിസ് അല്ലെങ്കിൽ ഏജ് അനുസരിച്ച് ചില നാച്ചുറൽ ചേഞ്ചസ് ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇത്തരം ഡെവലപ്മെന്റൽ ചേഞ്ചസ് അല്ലെങ്കിൽ നാച്ചുറൽ ചേഞ്ചസ് മെച്ചുറേഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ ഏജ് മാറുന്നതനുസരിച്ച് നമ്മുടെ ശരീരവും അതിനനുസരിച്ച് വളർച്ച വരുന്നുണ്ട്. ഓക്കെ, as physical maturity increases, a person becomes more able to interact with and understand their surroundings more effectively. ഫിസിക്കൽ മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഏജ് മാറുന്നതനുസരിച്ച് വ്യക്തികൾക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട് അവരുടെ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നു നോക്കി. കുട്ടി ചെറുപ്പം മുതലേ സീസോ കളിക്കാറുണ്ട് സീസോയില്. അപ്പൊ ആ സീസോയില് 2 പേര് അപ്പുറം ഇപ്പുറം ഇരുന്ന്
അവരുടെ വെയിറ്റ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങയും താഴെയും ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെയാണ് ബാലൻസിങ് എന്നൊരു കോൺസെപ്റ്റ് കുട്ടിയുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പം കുട്ടിയുടെ എൻവയോൺമെന്റ് ആയിട്ടുള്ള പ്ലേ ഗ്രൗണ്ടിൽ കുട്ടി ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ എന്ത് വന്നത്, അവിടെ ഒരു പുതിയ കോൺസെപ്റ്റ് അറ്റൈൻ ചെയ്തത്. ഇനി ആസ് ഇൻഡിവിജ്വൽസ് ഗ്രോ ദെയർ സോഷ്യൽ ഇന്ററാക്ഷൻ ഇൻക്രീസസ്. ഓരോ ഇൻഡിവിജ്വലും വളർന്നു വരുന്നതനുസരിച്ച് അവർക്ക് സൊസൈറ്റിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൂടിക്കൂടി വരും. അതുകൊണ്ട് തന്നെ ഒരാളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഈ സോഷ്യൽ ഇന്ററാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി പിയാഷെ കോഗ്നിറ്റീവ് സ്ഫിയറിന്റെ ഡെവലപ്മെന്റിന് രണ്ട് പ്രധാനപ്പെട്ട ടേംസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ബേസിക് പ്രോസസ്സുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെയാണ് ഓർഗനൈസേഷൻ, രണ്ടാമത്തെയാണ് അഡാപ്റ്റേഷൻ. ഇപ്പൊ എന്താണ് ഓർഗനൈസേഷൻ? എല്ലാ ഇൻഡിവിജ്വൽസിനും അവരുടെ തോട്ട്സ്, അതുപോലെ തന്നെ അവരുടെ ആക്ഷൻസ്, ഇതിലൂടെയൊക്കെ ലഭിക്കുന്ന കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും കഴിവുണ്ട്. നമ്മുടെ തോട്ട്സ് ഓർഗനൈസ് ചെയ്ത് വെക്കാനും നമ്മുടെ ആക്ഷൻസ് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാനും നമുക്ക് കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എപ്പോഴും പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ അറിവുകളെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. പിയാഷെ ഈ ബേസിക് എലമെന്റ്സിനെയാണ് സ്കീമ എന്ന് വിളിക്കുന്നത്. സ്കീമ, ഇപ്പൊ പിയാഷെ പറയുന്നത് പ്രകാരം നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ, നമ്മുടെ മെമ്മറി, ഇതെല്ലാം ഇൻവോൾവ് ചെയ്യുന്ന കോഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്കീമയാണ്. സ്കീമ. അപ്പൊ സ്കീമ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ അസോസിയേറ്റ് ചെയ്ത് വരാം. അങ്ങനെയുള്ള അസോസിയേറ്റഡ് സ്കീമാസിനെ സ്കീം എന്നുള്ള ഒറ്റ വാക്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പൊ സ്കീമാസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മെന്റൽ ഇമേജസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസസ് എങ്ങനെയാണോ നമ്മുടെ മൈൻഡിൽ പതിയുന്നത്, അതിനെയാണ് മെന്റൽ ഇമേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു സിനിമ കാണാൻ പോയി, ആ സിനിമയിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ വിഷ്വൽ ഇമേജസ് ആയിട്ട് അല്ലെങ്കിൽ മെന്റൽ ഇമേജസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഓരോന്നിനെയും നമുക്ക് സ്കീമ എന്ന് പറയാം. ഓക്കെ, സ്കീമാസ് ആർ മെന്റൽ ഇമേജസ് ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് എ പേഴ്സൺ. ഓരോരോ മനുഷ്യന്റെയും എക്സ്പീരിയൻസസ് ആണ് സ്കീമയായിട്ട് മാറുന്നത്. ഇനി നമ്മൾ ഒരു പുതിയ പ്രോബ്ലം നമ്മുടെ മുന്നിൽ വരാണ്. അപ്പൊ നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ച, നമ്മൾ ഇന്ററാക്ട് ചെയ്ത എൻവയോൺമെന്റിൽ നിന്നൊക്കെ കിട്ടിയ സ്കീമാസ് നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലുണ്ട്. ആ നിലവിലുള്ള സ്കീമാസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും, നമ്മൾ കോൺഫ്രണ്ട് ചെയ്ത നമ്മുടെ മുന്നിൽ വന്ന പ്രശ്നത്തിനെ, പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കും. സപ്പോസ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ആ സ്കീമ മതിയായില്ല, അപ്പൊ എന്ത് ചെയ്യുന്നു, പുതിയ സ്കീമാസ് ആ സന്ദർഭത്തിൽ ആഡ് ഓൺ ചെയ്യും. ഓക്കെ, ഇനി ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രോസസ്സ്? ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിരുന്ന നോളജിനെയും പുതിയതായിട്ട് നമ്മൾ അക്വയർ ചെയ്ത നോളജിനെയും ബാലൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇക്വിലിബ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ ഇത് ഇന്റഗ്രേഷൻ എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് ഇതിന് പറയാം കേട്ടോ. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പഴയതും പുതിയതും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാണ്, ഇന്റഗ്രേഷൻ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഓർഗനൈസിങ് എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്ത് വരുന്നത്. ഓർഗനൈസിങ്ങിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? നമ്മൾ കണ്ട കാര്യങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസസ്, ഇതെല്ലാം മെന്റൽ ഇമേജസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഈ മെന്റൽ ഇമേജസിനെയാണ് സ്കീമാസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ ബേസിക് യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? സ്കീമയാണ്. സ്കീമാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ മുമ്പിൽ ഒരു പ്രോബ്ലം വന്നു, ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ നമുക്ക് നിലവിലുള്ള സ്കീമാസ് പോരാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പുതിയ സ്കീമ ആ സമയത്ത് ആഡ് ഓൺ ചെയ്യും. അങ്ങനെ പുതിയ സ്കീമ ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇക്വിലിബ്രേറ്റ് ചെയ്യുന്നത് വഴിയായിട്ട് നമ്മുടെ സ്കീമാസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് വരും. ഈ അഡീഷൻ ഓഫ് സ്കീമാസ് ആണ് ആക്ച്വലി ലേണിംഗ് പ്രോസസ്സിൽ കൂടെ നടക്കുന്നത്. ഓക്കെ, ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് അഡാപ്റ്റേഷൻ. ദി പ്രോസസ് ഓഫ് കൺസ്ട്രക്ടിങ് സ്കീമാസ് ബൈ ഇന്റഗ്രേറ്റിംഗ് വിത്ത് ദ എൻവയോൺമെന്റ് ടു അഡാപ്റ്റ് ടു ദ എക്സ്റ്റേണൽ വേൾഡ്, അതിനെയാണ് അഡാപ്റ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കിട്ടിയ പുതിയ സ്കീമാസ് അതെങ്ങനെ കിട്ടുന്നത്? എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് വഴിയാണ് പുതിയ സ്കീമാസ് കിട്ടുന്നത്. ആ കിട്ടുന്ന സ്കീമാസ് പ്രോപ്പറായിട്ട് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ സ്കീമയോട് അഡാപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ അഡാപ്റ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അഡാപ്റ്റേഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ രണ്ട് സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? അസിമുലേഷനും അക്കോമഡേഷനും. ഓക്കെ, പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീം ഉപയോഗിച്ച് പരിഹരിക്കുന്ന രീതിയിലാണ് നമ്മൾ അസിമുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ വന്ന പ്രോബ്ലത്തിനെ നിലവിൽ നമുക്ക് ഇതുവരെ അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അസിമുലേഷൻ.
ഇനി കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പുതിയ സ്കീമ കൂട്ടിച്ചേർത്തോ നിലവിലുള്ള സ്കീമയ്ക്ക് ചേഞ്ചസ് വരുത്തിയോ നമ്മൾ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, പുതിയ സ്കീമ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു, അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ അക്കോമഡേറ്റ് ചെയ്യണം. ഓക്കെ, അതിനോട് ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കിയേ. കുട്ടിയുടെ കയ്യിൽ ഒരു കാർ ഉണ്ട്. കുട്ടി അത് ഉരുട്ടി നോക്കിയപ്പോൾ അത് ഉരുണ്ടു പോകുന്നതായിട്ട് കണ്ടു. അപ്പൊ കുട്ടി മറ്റൊരു ഇതുപോലെ തന്നെ ചക്രമുള്ള ഒരു സാധനം കൈ കിട്ടി കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യാൻ തന്നെ ശ്രമിക്കും? ആദ്യം ഉരുട്ടി നോക്കാനായിട്ട് ശ്രമിക്കും. കാരണം എന്താ? കുട്ടിയുടെ മുമ്പിൽ വന്ന പുതിയ പ്രോബ്ലം ആണ് പുതിയൊരു ടോയ്. ആ ടോയിനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ സ്കീം ഉപയോഗിച്ച് കുട്ടി എന്ത് ചെയ്യാൻ നോക്കാണ്? ഉന്താനായിട്ട് നോക്കാണ്. അപ്പൊ ആ പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അസിമുലേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, സപ്പോസ് കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ടോയ് നമ്മളിങ്ങനെ കീയിട്ട് തിരിക്കുന്ന പാവകൾ കണ്ടിട്ടില്ല? ചക്രമുണ്ട്, പക്ഷെ കീയിട്ട് തിരിക്കണം. ഇപ്പൊ കുട്ടി ചക്രം കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വിചാരിക്കും? അതിങ്ങനെ ഉന്തിയാൽ മതി എന്ന് വിചാരിക്കും, അല്ലെ? അങ്ങനെ ഉന്തി നോക്കുമ്പോൾ ഇത് നീങ്ങുന്നില്ല. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും വാശി പിടിക്കും, ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെട്ടു, അല്ലെ? അപ്പൊ മുതിർന്നവരുടെ സഹായത്തോടു കൂടി അത് കീ തിരിച്ചാലാണ് അത് വർക്ക് ചെയ്യാന്ന് കുട്ടിക്ക് മനസ്സിലാവാണ്. അപ്പൊ കീ തിരിക്കുക എന്നുള്ളത് കുട്ടീനെ സംബന്ധിച്ച് ഒരു പുതിയ സ്കീമയാണ്. അങ്ങനെ പുതിയൊരു സ്കീമ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ അഡാപ്റ്റ് ചെയ്യുന്നത് വഴിയാണ് എന്ത് ചെയ്യുന്നത്? കുട്ടി പുതിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഇപ്പോൾ മുമ്പിലുണ്ടായ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞ ഈ രണ്ടാമത്തെ സ്റ്റെപ്പാണ് അക്കോമഡേഷൻ്റെ അകത്ത് വരുന്നത്. പുതിയ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ സ്കീമയിൽ മാറ്റം വരുത്തിയിട്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? പ്രോബ്ലം സോൾവ് ചെയ്തത്. ഇതെങ്ങനെയാണ് സാധിച്ചത്? അക്കോമഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലാണ് സാധിച്ചത്. പിയാഷയുടെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അസിമുലേഷനും അക്കോമഡേഷനും എന്തിനു വേണ്ടിയിട്ടാണ്? ഈക്വിലിബ്രേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് ഈക്വിലിബ്രേഷൻ? നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ഓൾറെഡി സ്കീമാസ് ഉണ്ട്, നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് വരായിരുന്നു. പെട്ടെന്നാണ് നമുക്ക് പുതിയൊരു പ്രോബ്ലം വന്നത്. അതിന് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ സ്കീമ തികയാതെ വരികയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഡിസ്ഇക്വിലിബ്രേഷൻ, ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരും, ഇല്ലേ? അപ്പൊ ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടത് തിരിച്ച് പഴയ പോലെ ഇക്വിലിബ്രിയം പൊസിഷൻ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ചെയ്യുന്ന പ്രോസസ്സാണ് അസിമുലേഷനും അക്കോമഡേഷനും. ഓക്കെ, അപ്പൊ ബേസിക്കലി ഡിസ്റ്റർബൻസ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഈ ഇക്വിലിബ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് ഫേസ് ചെയ്യേണ്ടി വരാന്ന് വിചാരിക്കുക. ആ സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും ഡെവലപ്പ് ചെയ്യുക? ഒരു ഡിസ്ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യും. ആ ഡിസ്ഇക്വിലിബ്രിയത്തിനെ തരണം ചെയ്ത് ഇക്വിലിബ്രിയേഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അസിമുലേഷൻ അക്കോമഡേഷൻ എന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ആ കുട്ടിയുടെ കേസ് പറഞ്ഞു. കുട്ടിയുടെ മുമ്പിൽ ഉരുട്ടി കളിക്കുന്ന ടോയ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പകരം പുതിയൊരു ടോയ് വന്നപ്പോഴും കുട്ടി എന്ത് ചെയ്തു? ആദ്യം ഉരുട്ടി നോക്കി. അത് ഉരുണ്ടു പോകുകയാണെങ്കിൽ അവിടെ ഉണ്ടായ ഡിസ്ഇക്വിലിബ്രിയം എന്ത് ചെയ്തു? ഇക്വിലിബ്രേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ആദ്യം ഉപയോഗിച്ച മെത്തേഡ് അസിമുലേഷൻ ആയിരുന്നു. എന്നാൽ കീയിട്ട് തിരിച്ചാൽ കറങ്ങുന്ന മൂവ് ചെയ്യുന്ന പാവകളൊക്കെ കിട്ടുന്ന സമയത്ത് കുട്ടിക്ക് അറിയാവുന്ന സ്കീം എന്താണ്? ഉന്തി നോക്കണം എന്നാണ്. ഉന്തി നോക്കി, പക്ഷെ നീങ്ങിയില്ല. അപ്പൊ അവിടെ എന്ത് വന്നു? ഒരു ഡിസ്ഇക്വിലിബ്രിയം വന്നു. അവിടെയാണ് പുതിയൊരു എക്സ്പീരിയൻസ് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടോ അഡൽട്സ് ഒക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് കീ തിരിക്കാനായിട്ട് കുട്ടി പഠിക്കുകയാണ്. അങ്ങനെ കീ തിരിക്കുന്ന പ്രോസസ്സിൽ കൂടെ ഈ സാധനത്തിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുട്ടി മനസ്സിലാക്കുന്നു. അപ്പൊ അവിടെ ഒരു പുതിയ സ്കീമ ഡെവലപ്പ് ചെയ്തു, അത് അക്കോമഡേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഉണ്ടായ ഡിസ്ഇക്വിലിബ്രിയം എന്ത് ചെയ്തു? നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഇക്വിലിബ്രിയം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അസിമുലേഷനും അക്കോമഡേഷനും ഈ രണ്ട് പ്രോസസ്സുകളും നടക്കുന്നത്. ഇനി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആക്ച്വലി നടക്കുന്നത് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെയാണ്. ഇപ്പൊ എന്താണ് റിവേഴ്സിബിലിറ്റി? നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കീമ ഉണ്ടെന്ന് പറഞ്ഞു. പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ പുതിയൊരു സ്കീമ നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ ഈ പഴയ സ്കീമയും പുതിയ സ്കീമയും തമ്മിൽ എന്ത് കൊണ്ടുവരണം? കണക്ഷൻ കൊണ്ടുവരണം. എന്നാലാണ് അത് കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ എന്ത് ചെയ്യുള്ളൂ? അഡാപ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പഴയ സ്കീമയും പുതിയ സ്കീമയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപോട്ടും ബാക്കോട്ടും റിവേഴ്സ് ചിന്തിക്കാന്ന് പറയല്ലോ, അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള ഒരു ശേഷി കൊണ്ടുവരുന്നതിനാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അസിമുലേഷൻ എന്ന പ്രോസസ് നടക്കണമെങ്കിൽ അത് ഏതിലൂടെ നടക്കുള്ളൂ? റിവേഴ്സിബിലിറ്റിയിലൂടെ നടക്കുള്ളൂ. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പറയും ഈ കോഗ്നിറ്റീവ് തിയറി
അതിന്റെ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ലേണിംഗ് സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കുട്ടിയുടെ ഡെവലപ്മെന്റ് ഏജ് അല്ലെങ്കിൽ കുട്ടിയുടെ ഏജ് അനുസരിച്ചിട്ടുള്ള പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആര് ക്രിയേറ്റ് ചെയ്യണം? ടീച്ചർ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ കുട്ടിക്കുള്ളിൽ സ്വാഭാവികമായിട്ടും എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു കോഗ്നിറ്റീവ് ഡിസ്ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ഡിസ്ഇക്വിലിബ്രിയം ആണ് കുട്ടിക്ക് ഒരു മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്ത് എന്തിലേക്ക് ലീഡ് ചെയ്യുള്ളൂ? പുതിയൊരു സ്കീം ഡെവലപ്പ് ചെയ്യാനായിട്ട് ലീഡ് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ ഓരോ ആക്ടിവിറ്റീസും ലെസൺ പ്ലാനിൽ പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ കുട്ടിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് കുട്ടിക്ക് അതൊരു മോട്ടിവേഷൻ ആയെടുത്ത് ലേണിംഗ് പ്രോസസ്സിൽ എൻഗേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പ്രസന്റ് ലേണിംഗ് എക്സ്പീരിയൻസസ് എപ്പോഴും എന്ത് ചെയ്യണം? പുതിയ സ്കീമാസ് അക്വയർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന തരത്തിലായിരിക്കണം. അപ്പോൾ നമ്മൾ ലെസൺ പ്ലാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ പ്രീ റിക്വിസിറ്റ്സ് എന്തൊക്കെ കാര്യങ്ങൾ, മുൻധാരണകൾ എന്നൊക്കെ പറയും, കുറച്ച് കാര്യങ്ങൾ കുട്ടിക്ക് മുൻകൂട്ടി അറിയണം. അറിയുന്ന കാര്യങ്ങളിൽ നിന്നാണ് കുട്ടി പുതിയ കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക, അല്ലെ? അപ്പോൾ പ്രസന്റ് ലേണിംഗ് എക്സ്പീരിയൻസ് പാസ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുട്ടിക്ക് എളുപ്പമുണ്ടാവണം. അതുകൊണ്ട് തന്നെ രണ്ട് പഴയ സ്കീമയും പുതിയ സ്കീമയും തമ്മിലുള്ള ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിന് ഹെൽപ്പ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഇഷ്യൂസ്, ചലഞ്ചിങ് ഇഷ്യൂസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ സജഷൻസ് കൊടുക്കാം, ആർഗ്യുമെന്റ്സ് ആകാം, ഇലസ്ട്രേഷൻസ് ആകാം. ഇങ്ങനെ ഏത് രീതി ഉപയോഗിച്ചിട്ടായാലും പഴയ നോളജും പുതിയ നോളജും നമ്മൾ എന്ത് വരണം? ഒരു കണക്ഷൻ വരണം. കണക്ഷൻ വരണമെങ്കിൽ അവിടെ എന്ത് നടക്കുന്നുണ്ടാവണം? പഴയ സ്കീമയും പുതിയ സ്കീമയും തമ്മിലൊരു ഷട്ടിലിംഗ് നടക്കുന്നുണ്ടാവണം. ഓക്കെ. ഇനി ലേണറിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഡിസ്ഇക്വിലിബ്രിയം മാറി ഇക്വിലിബ്രിയം ആകുന്നത് വരെയുള്ള സപ്പോർട്ട് ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആസ് എ ടീച്ചർ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാറുണ്ട്. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 4 പോയിന്റ്സ് ആഡ് ചെയ്തത് കേട്ടോ. ഇനി സപ്പോസ് കുട്ടി ഈ ഇക്വിലിബ്രേഷൻ കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഒരു ഡിസ്ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യാണ്. ആ ആക്ടിവിറ്റി കഴിയുമ്പോഴേക്കും നമ്മൾ ഇക്വിലിബ്രിയത്തേക്ക് തിരിച്ചെത്തിക്കും. അടുത്ത ആക്ടിവിറ്റി തുടങ്ങുമ്പോൾ വീണ്ടും ഡിസ്ഇക്വിലിബ്രിയത്തേക്ക് എത്തിക്കുകയാണ്. ആക്ടിവിറ്റി കഴിയുമ്പോഴേക്കും അത് ഇക്വിലിബ്രിയത്തിലേക്ക് അവസാനിപ്പിക്കും. ഇങ്ങനെ ഡിസ്ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഇക്വിലിബ്രിയത്തിലേക്ക് ഒരു സൈക്കിളായിട്ട് ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. എങ്കിൽ മാത്രമാണ് ലേണിംഗ് പ്രോപ്പറായിട്ട് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല കുട്ടിക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ സ്കീമാസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടണം. എന്ന് പറഞ്ഞാൽ എന്താ മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ കുട്ടിക്ക് കൊടുക്കുകയാണ്. കുട്ടി ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ കുട്ടി അപ്ലൈ ചെയ്യാനായിട്ട് പഠിക്കണം, വേണ്ടേ? ആ ആപ്ലിക്കേഷനെയാണ് മാനിപ്പുലേറ്റിംഗ് ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്കീമാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പഴയ സ്കീമയുമായിട്ട് പ്രോപ്പർ ഒരു കണക്ഷൻ എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കണം? കുട്ടിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പിയാഷയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓർഗാനിസവും അതിന്റെ എൻവയോൺമെന്റുമായിട്ടുള്ള കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ വഴിയാണ് നടക്കുന്നത്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റ്. ഈ ഒരു ഇന്ററാക്ഷനെ ബേസ് ചെയ്തിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ട് ഏജ് അനുസരിച്ച് 5 സ്റ്റേജസ് ആയിട്ടാണ് പിയാഷ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെ? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? സെൻസറി മോട്ടോർ സ്റ്റേജ് ഉണ്ട്, പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ് ഉണ്ട്, ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് ഉണ്ട്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ട്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ട്. ഇത്രയും സ്റ്റേജസ് ആണ് നമ്മൾ പിയാഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നത്. ഇതിലെ 2ഉം 3ഉം പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ് ആൻഡ് ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ്, അതിന് രണ്ടിനെയും ഒന്നിച്ച് നമ്മളൊരു പേര് പറഞ്ഞിരുന്നു. എന്തായിരുന്നു ആ പേര്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് ഈ രണ്ടും കൂടി ഒന്നിച്ച് അറിയപ്പെടുന്നത്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി 4th 5th കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജും ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജും, ഇത് രണ്ടും ഒന്നിച്ച് അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇപ്പൊ ജനറലി നമുക്ക് 3 സ്റ്റേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്പറേഷണൽ സ്റ്റേജ്, 3 ആയിട്ട് വേണമെങ്കിലും പറയാം. ശരിക്കും അതിന്റെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് 5 ആയിട്ടാണ്. എങ്ങനെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ്, ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്.
ഈ ഓരോ സ്റ്റേജും അതിലുണ്ടാവുന്ന പ്രത്യേകതകളും അവയുടെ ഏജും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ പഠിച്ചിരുന്ന ടെക്സ്റ്റില് ഇതൊരു ടേബിളൊക്കെ ആയിട്ട് തന്നിട്ടുണ്ട്. സ്ഥിരമായിട്ട് കേട്ടറ്റിന് ഇത് ഏത് ഓപ്പറേഷൻ സ്റ്റേജിലാണ് വരണേ, അല്ലെങ്കിൽ ഏത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് വരണേ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഓരോന്നും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഓരോ സ്റ്റേജിലും വളരെ വ്യക്തമായിട്ടുള്ള ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസ് പിയാഷെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിയാഷെ ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികൾ ഈ ഓരോ സെഗ്മെന്റിൽ കൂടിയും കടന്നു പോകണം. ഇതിൽ ഒരു സ്റ്റേജും പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓരോ കുട്ടികളും അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് പല സമയത്തായിരിക്കും കവർ ചെയ്യുക. ഒരു കുട്ടി ആദ്യത്തെ സ്റ്റേജ് നേരത്തെ കവർ ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു കുട്ടിക്ക് ആദ്യത്തെ സ്റ്റേജിൽ ഇച്ചിരി ഡിലേ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജും ഡിലേ ആയിട്ട് നടക്കുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കിപ്പിംഗ് എന്ന് പറയുന്ന സംഭവം പോസിബിൾ അല്ല. ഓക്കെ, നമുക്കിനി എന്താണ് നമ്മുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, അതിന്റെ ഏജ്, അതിന്റെ മേജർ അക്കംപ്ലിഷ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ജനനം മുതൽ 2 വയസ്സ് വരെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് അറിയപ്പെടുന്നത്. ഇതിലെ മേജർ അക്കംപ്ലിഷ്മെന്റ്സ് എന്തൊക്കെയാണ്? ഇത് പ്രീ ലാംഗ്വേജ് പീരീഡ് ആണ്. കുട്ടി ജനിച്ച ആദ്യത്തെ 2 വർഷം വരെ ലാംഗ്വേജ് കാര്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. മോട്ടോർ ആക്ഷൻസ് ആൻഡ് സെൻസേഷൻസ് ആയിരിക്കും കുട്ടിയുടെ മേജർ ആക്ടിവിറ്റി. എന്ന് പറഞ്ഞാൽ കുട്ടി കൈയും കാലും ഇട്ട് അടിക്കുക, ഇങ്ങനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് അത് ഫീൽ ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും കുട്ടിയുടെ മേജർ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന മെത്തേഡ്സ്. സിമ്പിൾ ലേണിംഗ് ഒക്കേഴ്സ്. സിമ്പിൾ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ കൊടുക്കുന്ന സാധനം പിടിക്കാനും ഗ്രാബ് ചെയ്യാനും അങ്ങനെയുള്ള ബേസിക് ലേണിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. ഈ ഒരു പീരീഡിൽ കുട്ടി എന്ത് ചെയ്യുന്നില്ല, ചിന്താശേഷി വളർന്നിട്ടില്ല കുട്ടിക്ക്. ഇനി കുട്ടിയുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒബ്ജക്ട് പെർമനൻസ്. എന്താ ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വസ്തു പ്രസന്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മുമ്പിൽ അത് ഫിസിക്കലി അവിടെ ഉണ്ടാവണം. ഫിസിക്കലി ഇല്ലാത്ത സാധനം എക്സിസ്റ്റേ ചെയ്യുന്നില്ല എന്നാണ് കുട്ടിയുടെ മനസ്സിലുണ്ടാവുക. അതിനെയാണ് ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, കുട്ടി കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിപ്പാട്ടം, ആ കളിപ്പാട്ടം കുട്ടിയുടെ മുമ്പിൽ ഉള്ളിടത്തോളം സമയം അത് അവിടെ ഉണ്ട്. അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും കുട്ടിക്ക് ചിന്തിക്കാനുള്ള ശേഷി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. അതിനാണ് ഒബ്ജക്ട് പെർമനൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്സ് എ സെൻസ് ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ഒബ്ജക്ട്സ് ആൻഡ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ആൻഡ് ഹിസ് ഓൺ ബോഡി. കുട്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളും കുട്ടിയുടെ ശരീരവും തമ്മിൽ ഒരു കണക്ഷൻ കുട്ടിക്ക് ഫീൽ ചെയ്യും. 2 വയസ്സാകുമ്പോഴേക്കും കുട്ടി സാധനങ്ങളൊക്കെ പിടിക്കാനൊക്കെ ഇങ്ങനെ ഫുൾ കൈ ഉപയോഗിച്ച് പിടിക്കാനും ഫുൾ ബോഡി ഉപയോഗിച്ച് ഗ്രാബ് ചെയ്യാനൊക്കെ കുട്ടി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സെൻസ് ഓഫ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യും. ഇനി റിഫ്ലെക്സീവ് ബിഹേവിയറിൽ നിന്ന് പതിയെ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയറിലേക്ക് കുട്ടി പതിയെ മാറാനായിട്ട് തുടങ്ങും. ഇത്രയാണ് നമ്മൾ ആദ്യം പറഞ്ഞ സെൻസറി മോട്ടോർ സ്റ്റേജിലെ പ്രധാനപ്പെട്ട അക്കംപ്ലിഷ്മെന്റ്സ്. കമ്മിങ് ടു സെക്കൻഡ് സ്റ്റേജ്, പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ്. ഏജ് വരുന്നത് 2 തുടങ്ങി 4 വയസ്സ് വരെയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഒബ്ജക്ട്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സിമ്പിൾസ് ഉപയോഗിച്ചു തുടങ്ങും. ഒരു എക്സാമ്പിൾ എന്താണെന്ന് നോക്കിയേ. മിൽക്കിന്റെ ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് അറിയാം പാല് കുടിക്കാനാണ്. ഇങ്ങനെ കുട്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ കുട്ടി എന്ത് കാണാൻ തുടങ്ങും, ഒരു സിമ്പിൾസ്. ആ സിമ്പിൾസ് ഒക്കെ എന്തെങ്കിലും സാധനത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്ത തരത്തിൽ കുട്ടി ഓർത്തു വയ്ക്കാൻ തുടങ്ങും. ഇനി മറ്റ് ഒബ്ജക്ട്സിൽ നിന്ന് എമേർജ് ചെയ്യുന്ന സ്റ്റിമുലസുകൾ കുട്ടിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ലാംഗ്വേജ് പതിയെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. അത്യാവശ്യം സംസാരിച്ച് തുടങ്ങുന്ന ഏജ് ആണ്. സിംബോളിക് പ്ലേ. സിംബോളിക് പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടി ചെറിയ ചെറിയ ഇപ്പോ തോക്ക് കണ്ടിട്ടുണ്ടാവും. കുട്ടി എന്ത് ചെയ്യും, ചെറിയൊരു മരത്തിന്റെ പീസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് തോക്കൊക്കെ ആക്കി ഉപയോഗിച്ച് കളിക്കാനൊക്കെ തുടങ്ങും. ആ ഒരു സ്റ്റേജിനെയാണ് സിംബോളിക് പ്ലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കളിക്കാൻ എടുക്കുന്ന പല സാധനങ്ങൾക്കും വലിയ വലിയ മീനിങ് ആണ് കുട്ടി കൊടുക്കുക. ഈ ഒരു പീരീഡ് ആകുമ്പോഴേക്കും ഒബ്ജക്ട് പെർമനൻസ് കംപ്ലീറ്റ്ലി എൻഡ് ആയിട്ടുണ്ടാവും. ഈ ഒരു പീരീഡിന്റെ വേറൊരു പ്രത്യേകതയാണ് കുട്ടി ഈഗോ സെൻട്രിക് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് കുട്ടി മാത്രമാണ് ഇമ്പോർട്ടൻസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ 2 തുടങ്ങി 4 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അവര് വീട്ടിലുള്ള സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നു എന്ന് വിചാരിക്കാം, ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുവരെ ഇല്ലാത്ത വികൃതിയായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. കാരണം എന്താ, കുട്ടിക്ക് എപ്പോഴും അറ്റൻഷൻ കുട്ടിയുടെ മേലായിരിക്കണം. നമ്മളൊരു ഗസ്റ്റ് വന്നു, ഗസ്റ്റിനെ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കുട്ടി എന്തുണ്ടാക്കാൻ തുടങ്ങും, കുട്ടിക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ മിസ്റ്റീവ്സ് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും.
അപ്പോൾ അതുവരെ കളിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ചിലപ്പോൾ ഒതുക്കി വെച്ചിട്ടുണ്ടാവും. ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ ഗസ്റ്റിന്റെ മുന്നിൽ കൊണ്ടിടും, അവിടെ ഇട്ട് കളിക്കാനായിട്ട് തുടങ്ങും. കാരണം എന്താ, കുട്ടിക്ക് അറ്റൻഷൻ വേണം. ഇപ്പോൾ ഈഗോ സെൻട്രിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസേൺഡ് ഓഫ് വൺസ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് കുട്ടി മാത്രമാണ് പ്രധാനം. എല്ലാവരുടെയും ശ്രദ്ധ കുട്ടിയിലായിരിക്കണം, വേറെ ആരിലേക്കും ശ്രദ്ധ പോകുന്നത് കുട്ടിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു ഈഗോ സെൻട്രിക് പീരീഡ് ആണ് പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻഡ്യൂട്ടീവ് സ്റ്റേജ്. ഇൻഡ്യൂട്ടീവ് സ്റ്റേജ് എന്ന് പറയുന്നത് 4 to 7 years ആണ്. ഇവിടെ സിമ്പിൾ റിലേഷൻസ് കുറച്ചുകൂടി ഇൻഡ്യൂട്ടീവ്ലി മനസ്സിലാക്കാൻ കുട്ടിക്ക് ശ്രമിക്കുകയാണ്. ഇനി അതുപോലെ കോഗ്നിറ്റീവ് ബിഹേവിയർ പെർസെപ്ഷനിലേക്ക് മാറാണ്. ഇത്രയും കാലം സ്റ്റിമുലസ് ആയിരുന്നു കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്, സ്റ്റിമുലസിൽ നിന്ന് പെർസെപ്ഷനിലേക്ക് മാറാണ്. അപ്പൊ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ സെൻസ് ഓർഗൻസ് വഴി കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നത്. അതിൽ ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം നമ്മൾ സെലക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് പെർസെപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കോഗ്നിറ്റീവ് ബിഹേവിയർ പെർസെപ്ഷനിലേക്ക് വഴിമാറാണ്. അത്രയും കാലം സെൻസ് ഓർഗൻസ് വഴി കിട്ടുന്ന എല്ലാ സെൻസസും നമ്മൾ എന്തിലേക്ക് കൊടുത്തിരുന്നു, കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് കൊടുത്തിരുന്നു. ഇൻഡ്യൂട്ടീവ് സ്റ്റേജ് ആകുമ്പോഴേക്കും ആവശ്യമുള്ളതിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ശേഷി ഡെവലപ്പ് ചെയ്യാണ്. ഈ ഒരു പീരീഡിൽ തിങ്കിങ് ലോജിക്കലായിട്ടല്ല നടക്കുക, ബട്ട് ബേസ്ഡ് ഓൺ ഇൻഡ്യൂഷൻ ആയിരിക്കും. ഇനി കുട്ടി പ്രൈമറിലി എന്തിനെ കുറിച്ചായിരിക്കും കൺസേൺഡ് ആയിട്ടുണ്ടാവുക, പ്രസന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് കണ്ടീഷനെ കുറിച്ചായിരിക്കും കുട്ടി കൺസേൺഡ് ആയിട്ടുണ്ടാവുക. ഇനി കുട്ടിക്ക് കോൺസെപ്റ്റ്സ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ജനറലൈസേഷൻസ്, പാസ്റ്റ് ആൻഡ് പ്രസന്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് ജനറലൈസേഷനിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഒരു ഇന്റഗ്രേഷൻ കൊണ്ടുവരാൻ പറ്റും, പഴയതും പുതിയതും തമ്മിൽ ഒരു കണക്ഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ഗ്രാബ്സ് എന്നാണ് കേട്ടോ അത്, ഗ്രാബ്സ് അല്ലെങ്കിൽ ഗ്രാസ്പ് എന്ന് പഠിച്ചാലും മതി. അറ്റ് എ ടൈം ഒരു റിലേഷനെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. റിവേഴ്സ് ചിന്തിക്കാനുള്ളൊരു ശേഷി കുട്ടിക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 2 മിഠായി കയ്യിലുണ്ടെങ്കിൽ കയ്യിൽ 2 മിഠായി ഉണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് ഒരു മിഠായി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം കുറച്ചു, ആ കുറവ് റിവേഴ്സ് ചിന്തിക്കാനുള്ള ശേഷി കുട്ടിക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ 7 വയസ്സിന് ശേഷമായിരിക്കും നമ്മൾ ഈ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ 1 + ഡാഷ് ഇസ് ഈക്വൽ ടു 6 എന്നൊക്കെ അങ്ങനത്തെ രീതിയിലുള്ള ഡാഷ് ഫിൽ ചെയ്യാനുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നത് ഈ 7 to 12 ഇയേഴ്സിലേ വരുള്ളൂ. അതിന് മുമ്പുള്ള സ്റ്റേജിൽ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ കൊടുക്കുമ്പോൾ എങ്ങനെ ചെയ്യാം, 1 + 5 ഇസ് ഈക്വൽ ടു 6 അങ്ങനത്തെ രീതിയിലുള്ള ഡയറക്റ്റ് പ്രോബ്ലംസ് മാത്രമേ ചോദിക്കുള്ളൂ. കാരണം എന്താ, ഈ ഒരു പീരീഡിൽ റിവേഴ്സിബിളി ചിന്തിക്കാനുള്ള ശേഷി കുട്ടിക്ക് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചോദ്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന രീതികളും സ്ട്രെയിറ്റ് മെത്തേഡ് ആയിരിക്കും. റിവേഴ്സ് ചിന്തിക്കാനുള്ള ശേഷി കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. അടുത്തതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 7 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെയാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ഈ ഒരു പീരീഡിന്റെ പ്രത്യേകത എന്താ, ലോജിക്കലി ചിന്തിക്കാനായിട്ട് കുട്ടിക്ക് ശേഷി ഡെവലപ്പ് ചെയ്യും. ഓപ്പറേഷൻസ് ഒക്കെ റിവേഴ്സിബിൾ ആകും. അപ്പോൾ മുന്നോട്ടും പിന്നോട്ടും ഒരേപോലെ ചിന്തിക്കാനുള്ള ശേഷി കുട്ടിക്ക് കിട്ടുകയാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എക്സ്പീരിയൻസസ് കുട്ടിക്ക് കോൺക്രീറ്റൈസ് ചെയ്ത് കൊടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഒരു തവണ ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ നിന്നോളണമെന്നില്ല. പകരം എന്ത് ചെയ്യണം, അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് ആ ഒരു സ്കീമിനെ അവിടെ ഉറപ്പിച്ചു കൊടുക്കണം. ഇനി ഈ ഒരു സമയത്ത് ഫണ്ടമെന്റൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് ലേൺ ചെയ്യാനായിട്ട് പറ്റും. ഏബിൾ ടു ഗ്രൂപ്പ് ഓർ ക്ലാസിഫൈ ഇൻ ടേംസ് ഓഫ് 1 or more attributes, ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഒബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്യാനും കാറ്റഗറൈസ് ചെയ്യാനൊക്കെ കുട്ടിക്ക് ശേഷിയുണ്ട്. ഇനി അതിനുശേഷം വരുന്ന ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആകുമ്പോഴേക്കും കുട്ടി ഏകദേശം ഫുള്ളി ഫങ്ഷണലായി. ഈ ഒരു പീരീഡ് ആകുമ്പോഴേക്കും പ്യുവർലി സിംബോളിക് തിങ്കിങ് പോസിബിൾ ആണ്. ഈ ഒരു പീരീഡിൽ നമ്മൾ E=mc² എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ E എനർജിയാണ്, M മാസ് ആണ്, C വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും. അതുവരെയുള്ള കാലയളവിൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും P എന്ന് പറഞ്ഞ എനർജി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ E എന്ന് കൊടുത്തേന്ന് ചോദിക്കും. കാരണം അങ്ങനെ സിംബോളിക്കലി ചിന്തിക്കാനുള്ള ശേഷി കുട്ടിക്ക് ആയിട്ടില്ല. ഇനി പ്രോബ്ലം സോൾവിങ് ത്രൂ സിസ്റ്റമാറ്റിക് എക്സ്പെരിമെന്റേഷൻ, കൃത്യമായ എക്സ്പെരിമെന്റേഷൻ വഴി കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി തോട്ട് പ്രോസസ് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആകും, റീസണബിൾ ആകും,
നല്ലോണം ഇന്റഗ്രേറ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 1 by 1 ആയിട്ട് ചെയ്യാനായിട്ടുള്ള ശേഷി ഡെവലപ്പ് ചെയ്യും. ഈ ഒരു പീരീഡിൽ ഹൈപ്പോത്തസിസുകൾ യൂസ് ചെയ്യാനായിട്ട് പഠിക്കും. ഇനി അതുപോലെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വരെ ട്രയൽ ആൻഡ് എറർ ഇല്ല എന്ന് തന്നെ പറയാം. ട്രയൽ ആൻഡ് എററിന് പകരം ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്കീമാസ് ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും കുട്ടി ശ്രമിക്കുക. ഇനി ചൈൽഡ് ഓപ്പറേറ്റ് വിത്ത് ഓപ്പറേഷൻസ്, അതാണ് ഈ പീരീഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓപ്പറേഷൻസ് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പഠിക്കും. ഓപ്പറേഷൻസ്, ഓക്കെ. ചൈൽഡ് ഓപ്പറേറ്റ്സ് വിത്ത് ഓപ്പറേഷൻസ്, നമ്മൾ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന ഓരോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് കൃത്യമായ ഓപ്പറേഷൻ കുട്ടി ചെയ്യാനായിട്ട് പഠിക്കും. അപ്പൊ ഇത്രയാണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, മേജർ അക്കംപ്ലിഷ്മെന്റ്സ്, അവരുടെ ഏജ്. ഒരു തവണ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ട് പരീക്ഷയ്ക്ക് പോയ ആ സമയത്ത് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് റിവേഴ്സ് തിങ്കിങ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചേട്ടാ. റിവേഴ്സ് തിങ്കിങ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഞാനൊരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 1 + -6, ആ ഡാഷ് ഫില്ല് ചെയ്യാനായിട്ട്. അത്തരം പ്രോബ്ലംസ് കൊടുക്കുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കാണ്? നമുക്കിവിടെ നോക്കിയാൽ അറിയാം ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കാണ് അത് കൊടുക്കുക. ലോജിക്കലി ചിന്തിക്കാൻ ശേഷിയുള്ള, ഓപ്പറേഷൻസ് റിവേഴ്സിബിൾ ചിന്തിക്കാൻ ശേഷിയുള്ള 7 to 12 years കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ ചോദ്യം എങ്ങനെയായിരുന്നു, കുട്ടിക്ക് ഇത് കൃത്യമായിട്ട് ഈ 1 + -6 എന്നുള്ള ചോദ്യം കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെയെങ്കിൽ കുട്ടി ഏത് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ചോദ്യം. ഉത്തരം ഏതായിരിക്കും? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഉത്തരം വരുന്നത്. ക്ലിയർ ആയോ? ഈ റിവേഴ്സിബിൾ തിങ്കിങ് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചോളെ. ഇനി ലോജിക്കൽ ജനറലൈസേഷൻസ് ഉപയോഗിച്ച് ഫോർമൽ ഓപ്പറേഷൻസ് ചെയ്യാനും അതുപോലെ തന്നെ റീസണിങ് പ്രോപ്പറായിട്ട് നടത്താനും ശേഷി വരുന്നതിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏകദേശം ഈ ലാസ്റ്റ് പീരീഡ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇൻഡക്റ്റീവ് മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് ജനറലൈസേഷൻസിൽ നിന്ന് നമുക്ക് ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ശേഷിയൊക്കെ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ അഡോളസൻസ് പീരീഡ് ആകുമ്പോഴേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ കുട്ടിക്ക് സ്വന്തമായിട്ട് ഉത്തരം കണ്ടെത്താൻ ശേഷി വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡിസൈനിങ് ഓഫ് ലേണിംഗ് മെറ്റീരിയൽസ് ആ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് പ്രോപ്പറായിട്ട് നടക്കണം. ഓരോ ഏജ് ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ പഠിച്ചത്. ആ ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ, ലേണിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ. ഇതാണ് പിയാഷയുടെ ഒരു ലേണിംഗ് തിയറിന്ന് മൊത്തത്തിലൊരു ഔട്ട്ലുക്ക് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും പോർഷൻ ഒന്ന് വായിച്ചു നോക്കുക, പിയാഷയുടെ തിയറി ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം നമുക്ക് ബ്രൂണറിന്റെ തിയറിക്ക് കിടക്കാം. ഒരു 5 മിനിറ്റ് സമയം തരാം, ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും പോർഷൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കുകയാണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അടുത്ത് നമുക്ക് പറയാനുള്ളത് ബ്രൂണറിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയാണ്. പിയാഷയും ബ്രൂണറും തിയറീസിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഐഡിയോളജി ബേസിക്കലി ഒന്ന് തന്നെയാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഐഡിയോളജിയാണ് രണ്ടുപേരും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി ബ്രൂണറിന്റെ തിയറി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ബ്രൂണർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ടൂൾ ആയിട്ടാണ് ബ്രൂണർ കൺസിഡർ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ഓൺലി എ കൾച്ചറൽ ടൂൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ആക്സിലറേറ്റ് ആൻഡ് എൻഹാൻസ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളിലെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എൻഹാൻസ് ചെയ്യാനും ആക്സിലറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു കൾച്ചറൽ ടൂൾ മാത്രമാണ് എഡ്യൂക്കേഷൻ എന്നാണ് ബ്രൂണർ പറഞ്ഞു വെക്കുന്നത്. ഇനി ബ്രൂണറിന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ബേസിക്കലി എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ആള് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏജ് സ്പെസിഫിക് ആയിട്ടല്ല സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ 2 ബുക്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. ഈ 2 ബുക്സും എഴുതിയത് ആരാണ്? ബ്രൂണർ ആണ്. ഇത് സെറ്റിന്റെ എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുണ്ട്, കേട്ടിട്ട് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല.
സിറ്റിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ ബുക്ക് എഴുതിയത് ആരാണെന്ന് കൃത്യമായിട്ട് ചോദ്യം വരാറുണ്ട് കേട്ടോ. ഇനി ബ്രൂണറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ തിയറിക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മീനിങ് ആൻഡ് നേച്ചർ ഓഫ് കോൺസെപ്റ്റ്സ്, അതിനെ കുറിച്ചുള്ള ഇൻഡെപ്ത് സ്റ്റഡിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്തിട്ടുള്ള ബ്രൂണറിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ടീച്ചിങ് ടു ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് പഠിപ്പിക്കലാണ് ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ. എങ്ങനെ പഠിക്കണമെന്ന് കുട്ടീനെ പഠിപ്പിക്കലാണ് എഡ്യൂക്കേഷൻ, ടീച്ചിങ് ടു ലേൺ. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ആണ് ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസിലേക്ക് കിടക്കാം. കോൺസെപ്റ്റ്, ആശയം, അത് രൂപപ്പെടുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണെന്നാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തെയാണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രവർത്തന ഘട്ടം, രണ്ടാമത്തെ ഐക്കോണിക് സ്റ്റേജ്, മൂന്നാമത്തെ സിംബോളിക് സ്റ്റേജ്. ഇതിലെ ആദ്യത്തെ സ്റ്റേജ് എന്താന്ന് നോക്കാം. ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആക്ടിവിറ്റീസിൽ കൂടെയാണ് കുട്ടിയുടെ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നത്. നോക്കിയേ, കോഗ്നിറ്റീവ് എക്സ്പീരിയൻസസ് ആർ റിസീവ്ഡ് ആൻഡ് റെപ്രസെന്റഡ് ത്രൂ മോട്ടോർ ആക്ടിവിറ്റീസ്. ഇപ്പൊ കുട്ടിയുടെ എൻവയോൺമെന്റ് വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുട്ടിയുടെ എൻവയോൺമെന്റിനെ കുട്ടി എങ്ങനെയായിരിക്കും മനസ്സിലാക്കാം? ടച്ച് ചെയ്ത്, അല്ലെങ്കിൽ ബൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്ത്, അതല്ലെങ്കിൽ ക്രോൾ ചെയ്ത്. ഇപ്പൊ കുട്ടിക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ കുട്ടി കൈയും കാലിട്ട് അടിക്കും ഇല്ലേ? സങ്കടം വന്നു കഴിഞ്ഞാൽ അത് ഫുൾ ബോഡി ഇട്ടിട്ടാണ് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഫുൾ ബോഡി അല്ലെങ്കിൽ മോട്ടോർ മൂവ്മെന്റ്സ് വഴിയാണ് കുട്ടിയുടെ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും അതിൽ നിന്ന് ആശയങ്ങൾ, കോൺസെപ്റ്റ്സ് ഗെയിൻ ചെയ്യുന്നതും. ഇപ്പൊ കോഗ്നിറ്റീവ് എക്സ്പീരിയൻസസ് റിസീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നതും എങ്ങനെയാണ്? മോട്ടോർ ആക്ടിവിറ്റീസിലൂടെയാണ്. ആ ഒരു സ്റ്റേജിനെയാണ് സ്റ്റേജ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഐക്കോണിക് സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് ഇമേജറി. ഈ ഒരു പീരീഡിന്റെ പ്രത്യേകത എന്തായിരിക്കും? നമ്മൾ ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് ആക്ഷനിൽ പറഞ്ഞത് എന്താണ്? നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മോട്ടോർ ആക്ഷൻസ് വഴിയാണ് നടന്നത്. അതേസമയം ഈ രണ്ടാമത്തെ സ്റ്റേജ് ആവുമ്പോഴേക്കും, ഐക്കോണിക് സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് ഇമേജറി ആവുമ്പോഴേക്കും എന്ത് ചേഞ്ച് ഉണ്ടാവുന്നത്? കോഗ്നിറ്റീവ് എക്സ്പീരിയൻസസ് റിസീവ് ചെയ്യുന്നതും റെപ്രസെന്റ് ചെയ്യുന്നതും എങ്ങനെയാണ്? മെന്റൽ ഇമേജസ് അല്ലെങ്കിൽ ഐക്കൺസ് ആയിട്ടാണ് മനസ്സിൽ പതിയാൻ. ഓക്കെ, അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന മെന്റൽ ഇമേജസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇമേജറി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത് പെർസെപ്ഷൻ ആണെന്ന് പറയാം. ഓൾറെഡി എന്താണ് പെർസെപ്ഷൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് സ്റ്റിമുലസ് കിട്ടുന്നുണ്ട്, നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് സ്റ്റിമുലസ് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ്? നമ്മുടെ സെൻസ് ഓർഗൻസ് വഴിയാണ് നമുക്ക് സ്റ്റിമുലസ് കിട്ടുക. കണ്ണ് കാണുന്നത് വഴി, അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ സ്മെല് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ബൈറ്റ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യുന്ന വഴിയൊക്കെയാണ്, അല്ലെങ്കിൽ കേൾക്കുന്ന വഴിയൊക്കെയാണ് നമുക്ക് ഓരോ സ്റ്റിമുലസ് കിട്ടുന്നത്. ഈ സ്റ്റിമുലസുകളെ നമ്മൾ എല്ലാത്തിനെയും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യാതെ ആവശ്യമുള്ള സ്റ്റിമുലസ് മാത്രം എടുക്കുന്ന പ്രോസസ്സാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഫർമേഷൻസ് ഗെയിൻ ചെയ്യാനായിട്ട് പെർസെപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളോട് ഉപയോഗിച്ചു തുടങ്ങും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടി ഒരു മരത്തിന്റെ പടം വരയ്ക്കുകയാണ്. മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാല് പോലത്തെ ഒരു സാധനം വരയ്ക്കും. അതിന് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് അത് ട്രീ ആണ്. കുട്ടി മനസ്സിലൊരു ട്രീനെ കണ്ടിട്ടാണ് അങ്ങനെ ഒരു ട്രീ വരച്ചു വെക്കുന്നത്. ഓക്കെ, അങ്ങനെ മനസ്സിൽ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടി ഒബ്സർവ് ചെയ്ത കാര്യങ്ങളൊക്കെ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും? ഇമേജസ് ഒക്കെ ആയിട്ട് ഡ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ കുട്ടി ഉപയോഗിക്കുന്ന ഓരോ സിമ്പിൾസ് എന്തെങ്കിലും ഒരു സാധനത്തിനെ ആയിരിക്കും കൃത്യമായിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതാണ് ഐക്കോണിക് സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് ഇമേജറി എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ഒരു പീരീഡ് ആകുമ്പോഴേക്കും കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിൾസ് ഉപയോഗിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതുമ്പോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതൊക്കെ സിമ്പിൾസ് ആണല്ലോ. അങ്ങനെ കുട്ടിക്ക് കിട്ടിയ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ കുട്ടി ലേണിംഗ് നടത്തുന്നതൊക്കെ ഇത്തരം സിമ്പിൾസ് ഉപയോഗിച്ചിട്ടായിരിക്കും. മോസ്റ്റ്ലി സിമ്പിൾസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ലാംഗ്വേജസ് ആണ്. അപ്പൊ കുട്ടിക്ക് കിട്ടുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ കുട്ടി ചെയ്യുന്ന ആക്ഷൻസ്, കുട്ടിയുടെ മനസ്സിൽ പതിയുന്ന ഇമേജസ്, ഇതൊക്കെ കുട്ടിക്ക് വേർഡ്സ് ആക്കി മാറ്റാനും അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് തിങ്കിങ്ങും കൃത്യമായിട്ട് എവിടെ പോസിബിൾ ആണ്? ഈ ഒരു പീരീഡിൽ പോസിബിൾ ആണ്. ഈ ഒരു പീരീഡിൽ കുട്ടി ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ നമ്മൾ E = mc² എന്നൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ
കൃത്യമായിട്ട് ഇ എന്താണ്, എം എന്താണ്, സി എന്താണെന്നൊക്കെ കുട്ടിക്ക് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവുന്നുണ്ട്. ഇനി ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, നോക്കൂ. ദ പ്രൈമറി ലെവൽ ഓഫ് എനി ഐഡിയ ഇസ് ദാറ്റ് ഓഫ് ആക്ഷൻ. ആദ്യത്തെ പ്രൈമറി ലെവൽ ഓഫ് എനി ഐഡിയ, ഏത് ഐഡിയയുടെ ആയാലും ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ആക്ഷൻ ആണ്. അത് പറഞ്ഞത് ആരാണ്? ബ്രൂണറാണ്. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജില് മോട്ടോർ ആക്ഷൻസ് വഴിയാണ് കുട്ടിയുടെ ലേണിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഏത് ഐഡിയയുടെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? മോട്ടോർ ആക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ ആക്ഷൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവും. അതാണ് ബ്രൂണർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ അത്. ഇവിടെ എന്താണ് സെൻസേഷൻ, എന്താണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് ഓർഗൻസ് വഴി നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലേഷൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഭയങ്കര ലളിതമായിട്ടൊരു മെന്റൽ പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതേസമയം പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ സെൻസേഷൻസിനെയും ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ളത് മാത്രം, വി ഓൺലി ആക്സെപ്റ്റ് ഓൺലി വാട്ട് വി നീഡഡ്, ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസസ് സെൻസേഷൻസിൽ കൂടെ അറൈസ് ചെയ്യുന്നു. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്കും കൊടുക്കുന്നത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? പെർസെപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചുറ്റുപാട് നടക്കുന്ന എല്ലാ മാറ്റങ്ങളോടും ഉണ്ടാകുന്ന നമ്മുടെ ഒരു മെന്റൽ അല്ലെങ്കിൽ ഒരു കോഗ്നിറ്റീവ് റെപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഈ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു മെന്റൽ പ്രോസസ് ആണ് ആക്ച്വലി. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള 1-2 മോഡൽസ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ പഠിച്ചിട്ടുണ്ട്. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ഈ മോഡൽ കൊണ്ടുവന്നത് ആരാണ്? ബ്രൂണറാണ് കൊണ്ടുവന്നത് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ പ്രകാരം നമ്മളൊരു കോൺസെപ്റ്റ് രൂപീകരിക്കണമെങ്കിൽ, ആശയം രൂപീകരിക്കണമെങ്കിൽ അത് പ്രധാനമായിട്ടും ഒരു 4 സ്റ്റേജസിൽ കൂടെ കടന്നു പോകണം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എന്താണെന്ന് നോക്കി? ഒബ്സർവേഷൻ, ഒരു കാര്യത്തിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കുക. അടുത്തത് കമ്പാരിസൺ, നമുക്ക് തന്നിരിക്കുന്ന എക്സാംപ്ലേഴ്സിൽ പോസിറ്റീവ് ആയിട്ടുള്ളത് ഉണ്ടാകാം, നെഗറ്റീവ് ആയിട്ടുള്ളത് ഉണ്ടാകാം, അതിനെയൊക്കെ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അടുത്തത് ക്ലാസിഫിക്കേഷൻ, അതായത് തരംതിരിക്കൽ. ഇപ്പോൾ പോസിറ്റീവ് എക്സാംപ്ലേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് ആട്രിബ്യൂട്ട്സ് ഉള്ളതിനെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കും, നെഗറ്റീവ് ആട്രിബ്യൂട്ട്സ് ഉള്ളതിനെ നമ്മൾ മറ്റൊരു ഗ്രൂപ്പ് ആക്കും. അടുത്തത് കൺക്ലൂഷൻ ആണ്. അതിൽ നിന്നാണ് നമ്മൾ ഒരു കോൺസെപ്റ്റ് ഡ്രെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ എക്സാമ്പിളിനെയും ബേസ് ചെയ്ത് അത് നിരീക്ഷിച്ച് അത് കമ്പയർ ചെയ്ത് അതിനെ 2 സെക്ഷനാക്കി മാറ്റി, ചിലപ്പോൾ 3 സെക്ഷനാക്കി മാറ്റി, ഓരോ സെക്ഷനിൽ നിന്നും ഓരോ കോൺസെപ്റ്റുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തെടുക്കും. ഈ ഒരു മെത്തേഡിനെയാണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മംഗ്ലീഷിലാണ് തന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വെറുതെ വായിച്ചു നോക്കിയാലും മനസ്സിലാവും. അപ്പൊ നമുക്കൊരു ലാർജ് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് തന്നേക്കാണ്. ആ ഒബ്ജക്ട്സിന് സിമിലാരിറ്റീസ് ഉള്ളതുണ്ടാകാം, ഡിഫറൻസസ് ഉണ്ടാകാം. ഇപ്പൊ സിമിലാരിറ്റി ഉള്ളതിനെ എല്ലാത്തിനെയും കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൂട്ടാക്കി വെക്കാൻ പറ്റും. ഡിഫറൻസ് ഉള്ളതിനെ മറ്റൊരു കൂട്ടമാക്കി വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഒബ്ജക്ട്സിനെയും 2 സെക്ഷൻ ആക്കി നമ്മൾ മാറ്റുകയാണ്. ഇതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? കുട്ടി തന്നിരിക്കുന്ന ഓരോ ഒബ്ജക്ട്സിനെയും കൃത്യമായിട്ട് നിരീക്ഷിക്കും, അതിനുശേഷം കമ്പയർ ചെയ്യും, സിമിലാരിറ്റി ഉണ്ടോ എന്ന് കമ്പയർ ചെയ്യും, എന്നിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് നടത്താനായിട്ട് പറ്റുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ, ഒബ്ജക്ട്സിനെ, ആനിമൽസിനെ, സസ്യങ്ങളെ, ഇതിനെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് കുട്ടി ആശയങ്ങൾ രൂപീകരിക്കുന്നത് ഈ ഒരു വിധത്തിലാണ്. നമ്മളൊരു 5, 6, 7 ക്ലാസ്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ, ഇപ്പോൾ ലാംഗ്വേജ് ആണെങ്കിലും അതെ, കുട്ടിക്ക് പഠിക്കാനായിട്ട് കൊടുക്കുന്ന ഒരുവിധ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് കോൺസെപ്റ്റ് അറ്റൈൻ ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, ഈ ഒരു മെത്തേഡ്, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ശരിക്കും പറഞ്ഞാൽ എന്ത് മെത്തേഡിനോട് ചേർന്ന് പോകുന്നതാണ്? ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നതിനോട് ചേർന്ന് പോകുന്നതാണ്. ഡിസ്കവറി ലേണിംഗിൽ എന്താ ചെയ്യുന്നത്? പുതിയൊരു ആശയം നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ടെത്തുകയാണ്. എങ്ങനെ? ഒബ്സർവേഷനിൽ കൂടെ. ഓക്കെ, ആ ഒരു ഡിസ്കവറി ലേണിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് ഈ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത്. ഇനി കുട്ടിക്ക് തന്നിരിക്കുന്ന ഒബ്ജക്ട്സിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ സവിശേഷതകൾ മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സ് നോക്കിയിട്ടാണ് അതിനെ ഏത് ഗ്രൂപ്പിലേക്ക് ആക്കണം, ഏത് ഗ്രൂപ്പിലേക്ക് ആക്കാൻ പാടില്ല എന്നത് തീരുമാനിക്കുന്നത്. അങ്ങനെ ഓരോ ആട്രിബ്യൂട്ട്സിന്റെയും ബേസിസിൽ സിമിലാരിറ്റി വരുന്നതിന് അല്ലെങ്കിൽ ഡിഫറൻസസിന്റെ ഒക്കെ ബേസിസിൽ കുട്ടി എന്ത് ചെയ്യാണ്? വ്യക്തമായ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ധാരണ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്.
അപ്പൊ ഒരേ വർഗത്തിൽ പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ പോസിറ്റീവ് എക്സംപ്ലേഴ്സ് നമ്മൾ പറയും. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ കാണിക്കുന്നതാണ് നമ്മൾ നെഗറ്റീവ് എക്സംപ്ലേഴ്സ് എന്ന് വിളിക്കും. ഇങ്ങനെ പോസിറ്റീവ് എക്സംപ്ലേഴ്സിനെ ഒരു ഗ്രൂപ്പായിട്ടും നെഗറ്റീവ് എക്സംപ്ലേഴ്സിനെ മറ്റൊരു ഗ്രൂപ്പായിട്ടും സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫാമിലിയിൽ വരുന്ന എല്ലാ ആളുകളും ഒരേപോലെ. ഫോർ എക്സാമ്പിൾ സസ്യങ്ങൾ എല്ലാം ഒരേ നേച്ചർ കാണിക്കുന്നവരാണ്. പച്ച കളറ് അല്ലെങ്കിൽ കളർ വ്യത്യാസം, പക്ഷെ അവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നു, മണ്ണിൽ സ്ഥിതി ചെയ്യുന്നു, അവർ വലിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെ. അപ്പൊ അവരെല്ലാം ഒരു കാറ്റഗറി. അതേസമയം ബാക്കി ജീവികൾ, മൃഗങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ സസ്യങ്ങളെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത്. സസ്യങ്ങളെ പോലെ സ്റ്റാറ്റിക് അല്ല അവർക്ക് മൂവ് ചെയ്യാൻ ശേഷിയുണ്ട്. അങ്ങനെയുള്ള ഡിഫറൻസസ് വന്നു. അപ്പൊ അതിനെ മറ്റൊരു സെക്ഷനായിട്ട് മാറ്റി. അപ്പൊ പ്ലാന്റ്സ്, ആനിമൽസ് എന്നിങ്ങനെ 2 കാറ്റഗറിയായി. അപ്പൊ അവരുടെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും നോക്കിയിട്ടാണ് 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പൊ അങ്ങനെ 2 കാറ്റഗറി ആക്കി മാറ്റുന്നത് വഴി കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റി? കുട്ടി ഒരു കൺക്ലൂഷനിൽ എത്താണ്, ഇത് രണ്ടും 2 കാറ്റഗറി ഓഫ് ആളുകളാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒബ്ജക്ട്സ് ആണ്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് കുട്ടി എന്ത് ചെയ്യാണ്? കോൺസെപ്റ്റ് അറ്റൈൻ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സ് വഴി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് വഴി നോളജ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് നമ്മളൊരു സാധനം കൊടുക്കുന്നത് 2 മേജർ പ്രോസസ്സിൽ കൂടെയാണ്. ഒന്ന് സ്കാനിങ്, 2 ഫോക്കസിങ്. അപ്പൊ എന്താണ് സ്കാനിങ്, എന്താണ് ഫോക്കസിങ്? ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് കൃത്യമായ ഒബ്സർവേഷനിൽ കൂടെ ഒബ്സർവ് ചെയ്തിട്ട് കുട്ടിയെ കുറച്ച് ഇൻഫറൻസസിലേക്ക് എത്തുകയാണ്. അതിനെയാണ് സ്കാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫോക്കസിങ് എന്നതുകൊണ്ട് എന്തായിരിക്കും അർത്ഥമാക്കുന്നുണ്ടാവുക? ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോ കുട്ടി കണ്ടെത്തിയ ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനെ ഏത് ഗ്രൂപ്പിലേക്ക് പെടുത്തണം എന്ന് കുട്ടി എന്ത് ചെയ്യാണ്? ഫോക്കസ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് സ്കാനിങ്ങും ഫോക്കസിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒബ്സർവ് ചെയ്ത് കെയർഫുൾ ഒബ്സർവേഷൻ വഴി എക്സാമ്പിൾസിനെ 2 ഗ്രൂപ്പാക്കി മാറ്റി കഴിയുന്നു. ആ ഒരു പ്രോസസ്സ് സ്കാനിങ് എന്ന് പറയാം. അങ്ങനെ 2 ഗ്രൂപ്പാക്കി മാറ്റിയതിൽ നിന്ന് കുട്ടി ഒരു കോൺസെപ്റ്റ് അറ്റൈൻ ചെയ്യുന്നതിനെയാണ് ഫോക്കസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്കാനിങ്ങും ഫോക്കസിങ്ങും കൂടി ചേർന്നതാണ് ആക്ച്വലി എന്ത് വരുന്നത്? നമ്മൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു. അപ്പോ പ്രോസസ് ഓഫ് സ്കാനിങ് അത് എപ്പോഴും എന്തിനോട് റിലേറ്റഡ് ആണ്? തിങ്കിങ് സ്ട്രാറ്റജി ഓഫ് സെലക്ഷൻ. അതുപോലെ പ്രോസസ് ഓഫ് ഫോക്കസിങ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു തിങ്കിങ് സ്ട്രാറ്റജി ഓഫ് റിസപ്ഷൻ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒന്നാമത്തെ സെലക്ഷനും രണ്ടാമത്തെ റിസപ്ഷനുമാണ്. ഇനി എന്താണ് റീസണിങ്? ബുദ്ധിപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ച് ഹൈ ലെവൽ മെത്തേഡിനെയാണ് നമ്മൾ റീസണിങ്, യുക്തിചിന്ത എന്നൊക്കെ പറയാം. അപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ലോജിക്കലി ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്നൊരു ഇതാണ് കറക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യും. ആ ഒരു മെത്തേഡിനെയാണ് റീസണിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റീസണിങ് എന്ന് പറയുന്ന ആശയം എവിടെ വരുന്നുണ്ട്? ബ്രൂണറിന്റെ തിയറിയിൽ വരുന്നുണ്ട്. ഇനി ഇതിനോട് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബ്രൂണറിന് മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഡിസ്കവറി ലേണിംഗ്. ഡിസ്കവറി ലേണിംഗ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ജെറോം എസ് ബ്രൂണർ ആണ്. ഇപ്പൊ ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന പഠന പ്രശ്നങ്ങൾ, നമ്മുടെ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഡിസ്കവറി ലേണിംഗിന്റെ സാധ്യതകൾ ഉപയോഗിക്കണം എന്നാണ് ബ്രൂണർ ഒരു അഭിപ്രായം പോലെ പറഞ്ഞത്. ഈ ഡിസ്കവറി ലേണിംഗിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? സിമിലാരിറ്റിയും ഡിഫറൻസസും കമ്പയർ ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് നിഗമനത്തിലെത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിന്റെ തന്നെ രീതി. അപ്പൊ ഈ ഒരു സമയത്ത് കുട്ടിയുടെ സ്വന്തം ബുദ്ധിയും സ്വന്തം ചിന്താശേഷിയും ഉപയോഗിച്ച് അവനവന് വേണ്ടി പഠനം നടത്താണ്. വേറെ എക്സ്റ്റേണൽ കമ്പൽഷനൊന്നുമില്ല, സ്വന്തമായിട്ട് ചിന്തിച്ച് ഉത്തരം കണ്ടെത്തുന്നു. ഈ ഒരു മെത്തേഡാണ് ഡിസ്കവറി ലേണിംഗ് മെത്തേഡിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും 3 സ്റ്റെപ്സ് ആണ് അല്ലെങ്കിൽ 3 സ്റ്റേജസിലാണ് നടക്കുന്നത്. ഒന്നാമത്തെ നോക്കിയേ, ക്രിയേറ്റിംഗ് ആൻ ആക്ഷൻ ഓറിയന്റഡ് മൈൻഡ് സെറ്റ് മോട്ടിവേറ്റ്സ് ലേണേഴ്സ് ടു ടേക്ക് ആക്ഷൻ. ഒന്നാമത്തെ സ്റ്റെപ്പ് കുട്ടീനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ലേണിംഗ് പ്രോബ്ലത്തിനെ പോസിറ്റീവായിട്ട് എടുക്കാനും അതിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്ന് നിരീക്ഷിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കുട്ടിക്ക് കൊടുക്കുകയാണ്. രണ്ടാമത്തെ, മെയിൻറ്റെയിനിങ് ഇൻട്രസ്റ്റ് ഇൻ ആക്ടിവിറ്റി, ഇഗ്നൈറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻട്രസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി ദാറ്റ് ഹാസ് ബീൻ സ്റ്റാർട്ടഡ്. ഇപ്പൊ നമ്മൾ ഇനീഷ്യലി ചെയ്തു കൊടുത്ത മോട്ടിവേഷൻ കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സിലുടനീളം ഉണ്ടാകാനായിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യാണ്? ഒരു മെയിൻറ്റെയിനിങ് ഓഫ് ഇൻട്രസ്റ്റ്, ആ ഒരു സ്റ്റെപ്പാണ് അടുത്ത തലത്തിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗൈഡൻസ് ആണ്.
ഈ കുട്ടി പോകുന്ന ഓരോ സ്റ്റെപ്പിലും ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ വരാം. അപ്പൊ ആ സമയത്ത് കരുതലോടെ കൂടി ഉണ്ടാവേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ടീച്ചറുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇങ്ങനെ 3 സ്റ്റേജസിൽ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഡിസ്കവറി ലേണിംഗ് മുന്നോട്ട് പോകുന്നത്. ഇനി ബ്രൂണർ കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് സ്പൈറൽ ലേണിംഗ് മെത്തേഡ്. ഓക്കെ, സ്പൈറൽ അപ്രോച്ച് ടു എഡ്യൂക്കേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. കുട്ടിക്ക് അനുയോജ്യമായ ലേണിംഗ് എക്സ്പീരിയൻസസ് ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും കൊടുത്ത് ചെറുതിൽ നിന്ന് ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾ ആയിട്ട് ഇങ്ങനെ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ടാവും. സ്പൈറൽ എന്ന് പറയുന്ന സ്പൈറൽ കരിക്കുലൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ നിന്ന് ഇങ്ങനെ വളർന്ന് കുട്ടിയുടെ ഡെവലപ്മെന്റ് നോക്കിയിട്ട് വേണം, ആ ഏജ് ഒക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേജസും നമുക്ക് ഇങ്ങനെ ടൈലർ ചെയ്ത് ഒന്നിന്റെ പിന്നിൽ ഒന്നായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ബ്രൂണർ പറയുന്നത്, ഇഫ് എ കരിക്കുലം ഈസ് ഓർഗനൈസ്ഡ് ഇൻ എ സ്പൈറൽ ഫാഷൻ, എ യൂണിറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിസ്റ്റമാറ്റിക് സ്റ്റെപ്സ് ആൻഡ് ക്യാൻ ബി മാസ്റ്റേർഡ് ത്രൂ അപ്രോപ്രിയേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ്. നമ്മൾ സ്പൈറൽ മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ ഒന്നിന് ശേഷം അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അടുത്തത്, അങ്ങനെ ഏജ് അനുസരിച്ച് നമ്മൾ ഇങ്ങനെ സ്പൈറലി ഇങ്ങനെ കുട്ടീനെ പഠിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ കുട്ടിക്ക് അതിലെ ഓരോ സെക്ഷനും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് മാസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സ്പൈറൽ കരിക്കുലത്തെ കുറിച്ച് ബ്രൂണർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ബ്രൂണറിന്റെ തിയറിയുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്? ഒരു 4-5 പോയിന്റ്സ് ആയിരിക്കും ഇതിലുണ്ടാവുക. ബ്രൂണർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിങ്, നെഗോസിയേഷൻ, അതുപോലെ ഡിസ്കവറി, ഇത്തരം മെത്തേഡ്സ് ഒക്കെ അല്ലെങ്കിൽ ഇത്തരം എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ഇത്തരം ഐഡിയാസ് ഒക്കെ ലേണിംഗ് പ്രോസസ്സിന്റെ ഇന്റഗ്രൽ പാർട്ടായിട്ട് കൊടുക്കണം. കാരണം ഒരു കാര്യം സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തുന്നതും നമ്മൾ ടീച്ചറായിട്ട് പറഞ്ഞു കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടി സ്വന്തമായിട്ട് അന്വേഷിക്കാനും കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി, സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്വന്തമായിട്ട് ഡിസ്കവർ ചെയ്ത് പഠിക്കണം. അപ്പൊ ഡിസ്കവറി ലേണിംഗ് എന്നുള്ളതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. Not only should be the learning experiences be like, but the teacher who creates the learning experience should act as a co-learner, a facilitator, a diagnostician, and a democratic leader. ടീച്ചറിന്റെ റോൾ എന്താണെന്നാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ടീച്ചർ എന്തായിരിക്കണം? ഒരു co-learner ആയിരിക്കണം, കൂടെ നിന്ന് പഠിക്കുന്ന ആളായിരിക്കണം. ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം, വേണ്ട ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റേറ്റർ ആയിരിക്കണം. ഒരു ഡയഗ്നോസ്റ്റീഷ്യൻ ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി കുട്ടി പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ പെട്ടുപോയി, കുട്ടിക്ക് അത് മുകളിലേക്ക് വരാൻ പറ്റുന്നില്ല, അത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റണം. മാത്രമല്ല ടീച്ചർ ഒരു ഡെമോക്രാറ്റിക് ലീഡറും ആയിരിക്കണം. ഇത് കൂടാണ്ട് ബ്രൂണർ നിർദ്ദേശിക്കുന്ന ലേണിംഗ് മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു? ഡിസ്കവറി ലേണിംഗ്, സ്പൈറൽ കരിക്കുലം, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ഇത്തരം കാര്യങ്ങളിലൂടെ കുട്ടിക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കണം എന്നാണ് ബ്രൂണർ പറഞ്ഞു വെക്കുന്നത്. ഇനി മികച്ച പഠനത്തിന് ബ്രൂണറിന്റെ അഭിപ്രായത്തിൽ പാലിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ക്രിയേറ്റിംഗ് എ ലേണിംഗ് ഓറിയന്റേഷൻ, നല്ലൊരു ലേണിംഗ് ഓറിയന്റേഷൻ കൊടുക്കുക. 2, കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടിക്ക് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി പ്രസന്റിങ് ദം ഇൻ മോസ്റ്റ് എഫക്റ്റീവ് ഓർഡർ, ഏറ്റവും എളുപ്പത്തിൽ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഓർഡർ സീക്വൻസ് ആയിട്ട് കുട്ടിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി കുട്ടിക്ക് വേണ്ട കൃത്യമായ റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഏത് ഒരു തിയറി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും ബേസിക്കലി 5 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറയാം. ഒന്ന്, കുട്ടിയുടെ ലേണിംഗ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കാനായിട്ട് ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ ആ ഒരു ഇഷ്ടത്തിനെ ഫോസ്റ്റർ ചെയ്യുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസസ് വേണം കൊടുക്കാനായിട്ട്. കുട്ടിക്ക് ഓരോ ദിവസം സ്കൂളിൽ വരാൻ ഇഷ്ടം തോന്നണമെങ്കിൽ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി the type of knowledge structure that is most suitable for understanding, മനസ്സിലാക്കാനായിട്ട് കൃത്യമായിട്ട് പറ്റുന്ന രീതിയിലുള്ള നോളജ് സ്ട്രക്ചർ കൊടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജീസും അവർക്ക് കൊടുക്കുന്ന പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനും ഒക്കെ എന്തായിരിക്കണം? ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അറേഞ്ച്മെന്റ് ഓഫ് ലേണിംഗ് മെറ്റീരിയൽസ്, നമ്മൾ കൊടുക്കുന്ന ലേണിംഗ് മെറ്റീരിയൽസിനും ഒരു പ്രോപ്പർ അറേഞ്ച്മെന്റ് വേണം. ഇനി ഏത് തിയറി ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൽ സക്സസ് ഫെയിലിയർ എന്താണ്, റെക്കഗ്നീഷൻ പണിഷ്മെന്റ് എന്താണ്, ഇതിനെ കുറിച്ചൊരു പേഴ്സ്പെക്റ്റീവ് കൃത്യമായിട്ട് വേണം. ഇത് കൂടാണ്ട് തിങ്കിങ് പവറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഓരോ ലേണിംഗ് മെത്തേഡ്സും പോകേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ബ്രൂണറിന്റെ തിയറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ,
ബ്രൂണറിന്റെ കോഗ്നിറ്റീവ് തിയറി എന്താണെന്ന് പറഞ്ഞു, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് പറഞ്ഞു, ഡിസ്കവറി ലേണിംഗ് പറഞ്ഞു, സ്പൈറൽ കരിക്കുലം പറഞ്ഞു, റീസണിങ് പറഞ്ഞു. അങ്ങനെ ബ്രൂണറുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെയുള്ള പോർഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ, ബ്രൂണറിന്റെ സെക്ഷൻ മാത്രം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. 2 മിനിറ്റ് സമയം തരാണ്ടോ, ഒന്ന് വായിച്ചു നോക്കണേ. ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ? ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ചോദ്യങ്ങളായിരിക്കും അടുത്ത ദിവസം ക്വിസിൽ ഉണ്ടാവുക. അപ്പൊ അതൊന്ന് അറ്റൻഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് അതിന്റെ ഉത്തരങ്ങള് കൃത്യമായിട്ട് അതിന്റെ അവസാനം വരും. മാത്രമല്ല ആ ചോദ്യം നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അറ്റൻഡ് ചെയ്താലാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ മടി കാണിക്കരുത് കേട്ടോ. അത് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് ചോദിക്കാറൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാട്ടോ. എക്സാം അറ്റൻഡ് ചെയ്താലാണ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ കിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ പിന്നെയും പ്രോബ്ലംസ് വരുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു എണ്ണം കുറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇല്ല. ഓക്കെ, താങ്ക് യു. ബാക്കി അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത ടോപ്പിക്സ്.